ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എനിക്ക് കിട്ടിയത് ലിവറാണ്. പോത്തിൻ്റെ ലിവർ, ഒരു 1/2 കിലോ പോത്തിൻ്റെ ലിവറുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്ത് നന്നായി കഴുകി വെള്ളം തോർത്തെടുത്തിട്ടുണ്ട്. അതൊരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുരുമുളക് ഇട്ട് കൊടുക്കും, അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് നന്നായി കുഴച്ച് കൊടുക്കാം. നന്നായി കുഴച്ച് പിടിപ്പിക്കാം. ഇനി ഒരു പെരുംജീരകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. പെരുംജീരകപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ അരച്ച് പേസ്റ്റാക്കി എടുത്തതുണ്ട്. അത് ഒരു 2 ടീസ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. 4 കൂടെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളിയാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് കുഴച്ച് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് സ്റ്റൗ കത്തിച്ച് പ്രഷർ കുക്കറിൻ്റെ അടച്ച് അത് സ്റ്റൗവിൽ വെച്ച് ഒരു 3-4 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മുറിച്ചിട്ട് കൊടുത്ത് അത് ഇളക്കി കൊടുക്കാം. അപ്പം അടപ്പ് തുറന്നപ്പോൾ ഒരൽപ്പം വെള്ളമുണ്ട്, അതിൽ വറ്റിച്ചെടുക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തതൊന്ന് സ്റ്റൗ കത്തിച്ച് വറ്റിച്ചെടുക്കാനുണ്ട്. ഇനി അതൊന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ അതിലേക്കൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം വറ്റി വരുമ്പോൾ അത് ചേർത്ത് കൊടുക്കണം. നന്നായി തിളച്ച് വറ്റുന്നുണ്ട്. ഇനി ആ സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള അതിൽ കിടന്ന് വഴണ്ടി വരുമ്പോൾ അതിൽ തന്നെ കിടന്ന് വഴണ്ടി വരും. വേറെ എണ്ണ വെച്ച് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണയും അതിലുണ്ട്. പോത്തിൻ്റെ ലിവർ ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ചൊക്കെ നെയ്യും ആ സവാള വഴണ്ടി കിട്ടുന്നതിനാവശ്യമായ എണ്ണ അതിൽ തന്നെ ഉണ്ട്. ഇനി അതിലേക്കൊരു കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ലാസ്റ്റ് അല്പം കൂടി വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വഴറ്റി വെന്ത് വന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഒന്ന് കുഞ്ഞു ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുകയും ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി